അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഫ്രൂട്ട്. ആളെ കണ്ടാൽ തക്കാളി പോലെ ഉണ്ടെങ്കിലും ഇത് തക്കാളിയൊന്നും അല്ല. അത് മാത്രമല്ല തക്കാളിയുടെ ടേസ്റ്റും അല്ല കേട്ടോ. ഇതിൽ നമ്മളൊരു മഞ്ഞ കളറുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പപ്പായ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ വരുന്നത്. അധികം മധുരമൊന്നുമില്ല. എന്തായാലും ആള് പുലിയാണ് കേട്ടോ. ഈ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ 1-2 നല്ല പഴുത്തും കൊണ്ട് അലിഞ്ഞിരുന്നു. 2 പാകം പഴുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ പഴുത്ത സാധനം ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ എടുക്കാൻ ആകെ പാടായിട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പീസ് ആക്കിയിട്ട് കഴിക്കുക ചെയ്തത്. പക്ഷെ ഞാൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 നല്ല പഴുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിങ്ങനെ തൊലിയോട് കൂടെ ഇങ്ങനെ പോരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഫ്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത്, ഇതിന് പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പേഴ്സിം എന്ന് പറയുന്നുണ്ട്, അതുപോലെ കക്കപ്പഴം, കാക്കപ്പഴം, കക്കിപ്പഴം, എന്തൊക്കെ ഇങ്ങനെയൊക്കെ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. വിദേശത്തൊക്കെ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒരു പഴമാണിത്. ഇപ്പോൾ നമ്മളെ നാട്ടിലും ഇത് ഇങ്ങനെ കുറേ ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല വിലയുണ്ട് കേട്ടോ ഇതിന്. ഞാൻ എന്തായാലും ഈ ഫ്രൂട്ട് കണ്ടപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതായത് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ ഒന്ന് പഠിക്കാന്നൊക്കെ വിചാരിച്ച് ഇതൊന്ന് വാങ്ങിയതാണ്. ജസ്റ്റ് ഞാൻ 4 മാത്രം വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആള് സൂപ്പറാണ്. അപ്പോൾ കടയിലൊക്കെ കണ്ട ഒന്ന് വാങ്ങിച്ച് നോക്കുക. നല്ലോണം പഴുത്തത് വാങ്ങണ്ട. പഴുത്ത് വാങ്ങുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പ്രയാസമാവും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? പാകം പഴുപ്പായതും പഴുപ്പ് ഏറിയതും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ സീഡ് കണ്ടില്ല കേട്ടോ. ഞാൻ ഈ 4 കട്ട് ചെയ്തപ്പോഴും ഇതിൽ സീഡ് കണ്ടിട്ടില്ല. ഇനി സാധാരണ ഇതിന് സീഡ് ഉണ്ടാവുമോ എന്താണെന്ന് അതും അറിയില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്ത ഈ 4 സീഡ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് നിങ്ങൾ വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയട്ടോ.